നമസ്കാരം. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്ന് വത്തിക്കാൻ. മാർപ്പാപ്പ ബോധവാനാണെന്നും ശ്വാസകോശ അണുബാധയുള്ളതിനാലും രക്തം നൽകിയതിനാലും ഉയർന്ന അളവിൽ ഓക്സിജൻ കൊടുക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. 2 ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂമോണിയ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും അണുബാധ രക്തത്തിലേക്ക് വ്യാപിച്ച് സെപ്സിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദീർഘകാലമായി ശ്വാസകോശ സംബന്ധമായ രോഗം അലട്ടുകയാണെന്നും മാർപ്പാപ്പയുടെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞതിനാൽ വെള്ളിയാഴ്ച അദ്ദേഹത്തിന് രക്തം മാറ്റിവെച്ചിരുന്നതായും വത്തിക്കാൻ വെളിപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 14-നാണ് ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് 2 ശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധ വ്യാപിക്കുകയായിരുന്നു. പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്ന ത്രോംബോസൈറ്റോഫീനിയ എന്ന അവസ്ഥയോടൊപ്പം വിളർച്ചയും ബാധിച്ചതിനാലാണ് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാത്തതെന്നാണ് റിപ്പോർട്ട്. ആരോഗ്യനില ഗുരുതരമാണെങ്കിലും അദ്ദേഹം കിടപ്പിലല്ലെന്നും അധിക സമയവും ചാരുകസേരയിൽ വിശ്രമിക്കുകയാണെന്നും അതേസമയം കൂടുതൽ ക്ഷീണിതനായിട്ടാണ് കാണപ്പെടുന്നതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആശുപത്രി മുറിയിലിരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തുവെന്നുമാണ് റിപ്പോർട്ട്. ആരോഗ്യനില മോശമാണെങ്കിലും ആശുപത്രി മുറിക്കുള്ളിലിരുന്ന് മാർപ്പാപ്പ തന്റെ ചുമതലകൾ പരമാവധി നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. ഡോക്ടർ സെർഗയ്യോ ആൽഫെരിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘത്തിന്റെ നിരന്തര നിരീക്ഷണത്തിലാണ് മാർപ്പാപ്പ ആശുപത്രിയിൽ കഴിയുന്നത്. മാർപ്പാപ്പയ്ക്ക് വെന്റിലേറ്ററിന്റെ സഹായം നൽകിയിട്ടില്ലെന്നും ശ്വാസതടസ്സമുള്ളതിനാൽ പരിമിതമായി മാത്രമേ ശരീരചലനം നടത്തുന്നുള്ളൂവെന്നും ഡോക്ടർ സെർഗയ്യോ ആൽഫെറി അറിയിച്ചു. ഈ അവസ്ഥയിൽ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ നർമ്മ സംഭാഷണം തുടരുന്നതായും ഡോക്ടർമാർ പറയുന്നു. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വാർത്തകളെ തുടർന്ന് ജെമെല്ലൈ ആശുപത്രിക്ക് പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി മെഴുകുതിരികൾ കൊളുത്തിയും സങ്കീർത്തനങ്ങൾ ചൊല്ലിയും കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആശുപത്രിക്ക് പുറത്ത് കഴിയുകയാണ്. മാർപ്പാപ്പ ആരോഗ്യപരമായി മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷ റോമിലെത്തുന്ന തീർത്ഥാടകരും പങ്കുവച്ചു. അതിനിടെ ചികിത്സയിൽ കഴിയുന്നതിനിടയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് നന്ദി അറിയിച്ചു. ലഭിക്കുന്ന സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ലോകത്തിന് നന്ദി അറിയിക്കുന്നുവെന്ന് മാർപ്പാപ്പ എക്സിൽ കുറിച്ചു. അടുത്തിടെ എനിക്ക് ധാരാളം സ്നേഹ സന്ദേശങ്ങൾ ലഭിച്ചു. കുട്ടികളിൽ നിന്നുള്ള കത്തുകളും ചിത്രങ്ങളും എന്നെ പ്രത്യേകിച്ച് ആകർഷിച്ചു. നിങ്ങളുടെ സാമീപ്യത്തിനും ലോകമെമ്പാടും നിന്നും എനിക്ക് ലഭിച്ച ആശ്വാസകരമായ പ്രാർത്ഥനകൾക്ക് നന്ദിയെന്ന് മാർപ്പാപ്പ കുറിപ്പിൽ വ്യക്തമാക്കി. സന്തോഷത്തോടെ നിങ്ങളുടെ ശുശ്രൂഷകൾ തുടരാനും സുവിശേഷം നിർദ്ദേശിക്കുന്നത് പോലെ എല്ലാവരും ഉൾക്കൊള്ളുന്ന സ്നേഹത്തിൻ്റെ അടയാളമായിരിക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് തിന്മയെ നന്മയാക്കി മാറ്റാം. സാഹോദര്യപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാം. സ്നേഹത്തിനായി സാഹസങ്ങൾ ഏറ്റെടുക്കാൻ ഭയപ്പെടരുതെന്നും മറ്റൊരു പോസ്റ്റിൽ മാർപ്പാപ്പ കുറിച്ചു. അതേസമയം രോഗാവസ്ഥയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് 2013-ൽ ബെനഡിക്ട് 4-ാമൻ മാർപ്പാപ്പ സ്ഥാനം ഒഴിഞ്ഞതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ചർച്ചകൾ ഉയരുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ നേതൃസ്ഥാനത്ത് ആജീവനാന്തം തുടരുന്നത് തന്റെ പ്രതിബദ്ധതയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വത്തിക്കാന്റെ പ്രവർത്തനങ്ങൾക്ക് കർദിനാൾ സ്റ്റേറ്റ് സെക്രട്ടറി പിയത്രോ പറോലിലാണ് നേതൃത്വം നൽകുന്നത്. 2025 വിശുദ്ധ വർഷമായി ആചരിക്കുന്നതിനാൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരം ആർച്ച് ബിഷപ്പ് ബ്രീനോ ഫിസിക്കല നേതൃത്വം നൽകും. ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലാണെങ്കിലും സഭയുടെ ജീവിതം തുടരും എന്നാണ് ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് ജുവാൻ ജോസ ഒമെല്ല മറുപടി നൽകിയത്. കർദിനാൾ ജിയൻ ഫ്രാങ്കോ രവാസിയും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. വിശ്വാസികളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തീരുമാനിക്കുമെന്ന് ഉറപ്പാണ് എന്നായിരുന്നു കർദിനാൾ നേരത്തെ പ്രതികരിച്ചത്. ആരോഗ്യനില മോശമായതിനാൽ പദവി ഒഴിയുന്നതിനായി നൽകേണ്ട രാജിക്കത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് മാർപ്പാപ്പ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സംഘം അറിയിക്കുന്നത്. ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി ആശുപത്രിയിലെത്തി മാർപ്പാപ്പയെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. 20 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മെലോനി മടങ്ങിയത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ശ്വാസകോശങ്ങളിൽ കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ആരോഗ്യനില സങ്കീർണമാവുകയായിരുന്നു.